ഓക്കെ, അപ്പോൾ ഉണ്ട് എന്ന് പറയാൻ പഠിച്ചു, ഇല്ല എന്ന് പറയാനും പഠിച്ചു. അടുത്തത് ഉണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് രണ്ട് ഫ്രേസ് ഉണ്ട്. ഒന്ന് ഡു പ്ലസ് ആക്ടർ പ്ലസ് ഹാവ്. ഡു ഐ ഹാവ്, ഡു യു ഹാവ്, നിനക്കുണ്ടോ? ഡു യു ഹാവ് എ ബ്രദർ? ഡു യു ഹാവ് ക്ലാസ് ടുഡേ? ഡു യു ഹാവ് എ മീറ്റിംഗ് ടുഡേ? ഡു യു ഹാവ് എൻ ഇൻ്റർവ്യൂ ടുഡേ? ഡു യു ഹാവ് വർക്ക് ടുഡേ? അപ്പോൾ നിനക്കുണ്ടോ? ഡു യു ഹാവ്. ഡു ദെയ് ഹാവ് എ കാർ? ഡു വി ഹാവ് എ കാർ? നമുക്ക് കാറുണ്ടോ? ഇനി ഇവിടെ വരുമ്പോൾ ഡസ് ആണ് ഉപയോഗിക്കുക. ഡസ് ഹി ഹാവ് എ കാർ? ഡസ് ഷീ ഹാവ് എ കാർ? ഡസ് എവ്രിബഡി ഹാവ് എ കാർ? ഡസ് ജോൺ ഹാവ് എ കാർ? ഓക്കെ, ഇവിടെ ഡു ഹാവ് ആണ്, ഇവിടെ ഡസ് ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരാൾ വരുമ്പോഴൊക്കെ ഡസ് ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. കുറേ പേര് വരുമ്പോൾ ഡു ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റും. അപ്പോൾ നിൻ്റെ ബ്രദറിന് ഇന്ന് ക്ലാസ് ഉണ്ടോ? യുവർ ബ്രദർ. അപ്പോൾ എത്ര ആളുണ്ട്? ഒരാളാണ് അല്ലേ? സോ ഡസ് യുവർ ബ്രദർ ഹാവ് ക്ലാസ് ടുഡേ? നിൻ്റെ സിസ്റ്ററിന് ഇന്ന് എക്സാം ഉണ്ടോ? ഡസ് യുവർ സിസ്റ്റർ ഹാവ് ആൻ എക്സാം ടുഡേ? മനസ്സിലായല്ലോ? ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു ഹാവ് ഓർ ഡസ് ഹാവ് വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി ഒറ്റ സ്ട്രക്ചർ കൂടി പഠിക്കാം. ഇല്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡു മാറ്റിയിട്ട് ഡോണ്ട് ആക്കിയാൽ മതി, ഡസ് മാറ്റിയിട്ട് ഡസിൻ്റ് ആക്കിയാൽ മതി. സോ ഡോണ്ട് ഐ ഹാവ് എ കാർ, ഡോണ്ട് യു ഹാവ് എ കാർ, ഡോണ്ട് ദെയ് ഹാവ് എ കാർ, ഡോണ്ട് വി ഹാവ് എ കാർ, ഡസിൻ്റ് ഹി ഹാവ് എ കാർ, ഡസിൻ്റ് ഷീ ഹാവ് എ കാർ, ഡസിൻ്റ് എവ്രിബഡി ഹാവ് എ കാർ, ഡസിൻ്റ് ജോൺ ഹാവ് എ കാർ. ഈ രീതിയിലാണ് ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരാൾ വരുമ്പോഴൊക്കെ ഡസിൻ്റ് ഹാവ് ആണ്, കൂടുതൽ പേരാകുമ്പോൾ ഡോണ്ട് ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ഉണ്ട് എന്ന് പറയാനും ഇല്ല എന്ന് പറയാനും, ഉണ്ടോ എന്ന് ചോദിക്കാനും ഇല്ലേ എന്ന് ചോദിക്കാനും. സോ ഇത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരുപക്ഷെ നമുക്കിത് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്നുണ്ടാകാം. നമ്മൾ നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താലേ നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ ചെയ്യേണ്ടത് 5 or 10 സെൻറ്റൻസുകൾ നമ്മൾ ഐ വെച്ചിട്ട് ഉണ്ടാക്കണം. ലൈക്ക് ഐ ഹാവ് എ മീറ്റിംഗ്, ഐ ഹാവ് എ ക്യാറ്റ്, I have an exam today, I have an interview, I have many friends, I have a brother, I have a sister. ഇങ്ങനെ ധാരാളം സെൻറ്റൻസ് ഐ വെച്ച് നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് ആ ഓരോ സെൻറ്റൻസും 8 ആക്ടേഴ്സിനെ വെച്ചിട്ട് ഉണ്ട്, ഇല്ല, ഉണ്ടോ, ഇല്ലേ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ? ഒരു സെൻറ്റൻസ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഐ ഹാവ് എ ബ്രദർ, എനിക്കൊരു ബ്രദറുണ്ട്. ഈ സെൻറ്റൻസ് ഞാൻ 8 ആക്ടേഴ്സിനെ വെച്ച് 4 പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഐ ഹാവ് എ ബ്രദർ, യു ഹാവ് എ ബ്രദർ, they have a brother, we have a brother, he has a brother, she has a brother, everybody has a brother, John has a brother. I don't have a brother, you don't have a brother, they don't have a brother, we don't have a brother. He doesn't have a brother, she doesn't have a brother, everybody doesn't have a brother, John doesn't have a brother. Do I have a brother? Do you have a brother? Do they have a brother? Do we have a brother? Does he have a brother? Does she have a brother? Does everybody have a brother? Does John have a brother? ഇനി ഇല്ലേ? ഡോണ്ട് ഐ ഹാവ് എ ബ്രദർ, ഡോണ്ട് യു ഹാവ് എ ബ്രദർ, ഡോണ്ട് ദേ ഹാവ് എ ബ്രദർ, ഡോണ്ട് വി ഹാവ് എ ബ്രദർ, ഡസിൻ ഹി ഹാവ് എ ബ്രദർ, ഡസിൻ ഷീ ഹാവ് എ ബ്രദർ, ഡസിൻ എവ്രിബഡി ഹാവ് എ ബ്രദർ, ഡസിൻ ജോൺ ഹാവ് എ ബ്രദർ. അപ്പോൾ ഉണ്ട്, ഇല്ല, ഉണ്ടോ, ഇല്ലേ, ഇത് ഒരു സെൻറ്റൻസിനെ വെച്ചുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തു അല്ലേ. ഇതുപോലെ ഒരു 5 or 10 സെൻറ്റൻസുകൾ എടുത്തിട്ട് നമ്മൾ 4 സ്ട്രക്ചേഴ്സും 8 ആക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിനക്കുണ്ടോ, ഡു യു ഹാവ് എന്ന് നമുക്ക് വരുന്നത്. സോ ഐ ഹോപ്പ് യു വിൽ ക്രിയേറ്റ് ഡിഫറെൻറ്റ് സെൻറ്റൻസസ് ആൻഡ് പ്രാക്ടീസ് വെൽ.